നമസ്കാരം. സമീപകാലത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ നിരവധിയായിട്ടുള്ള ഊഹാപോഹങ്ങൾക്ക് അത് വഴിവെച്ചിരുന്നു. OJ ജനീഷിനെ അധ്യക്ഷനായി നിയമിച്ച തീരുമാനത്തിൽ അബിൻ വർക്കിക്ക് വിയോജിപ്പുണ്ടെന്നും ഇത് സംസ്ഥാന കോൺഗ്രസ് യൂണിറ്റിനുള്ളിൽ വിഭാഗീയതയെ സൂചിപ്പിക്കുന്നുവെന്നുമൊക്കെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അബിൻ വർക്കി ശക്തവും വ്യക്തവുമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള തൻ്റെ ഉറച്ച പ്രതിബദ്ധത ആവർത്തിച്ച് ഉറപ്പിക്കുകയും പാർട്ടി തീരുമാനമാണ് പരമപ്രധാനമെന്ന് ഊന്നി പറയുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് തനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ആഭ്യന്തര ഭിന്നത എന്ന ആരോപണത്തിന് അദ്ദേഹം ഫലപ്രദമായിട്ട് വിരാമമിട്ടു. ഈ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് മറ്റൊരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പൊതുസ്ഥലത്ത് നടന്ന സംഭവങ്ങൾക്കിടയിലായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആ നേരിട്ടുള്ള മറുപടി അതാകട്ടെ ആഭ്യന്തര സംഘർഷമെന്ന പ്രചരണത്തെ തള്ളിക്കളയുന്നതിന് തുല്യമായി. അതോടൊപ്പം തന്നെ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ചേപ്പാട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുമായി ബന്ധപ്പെട്ട നിർമ്മാണങ്ങൾ അത് നീക്കം ചെയ്തതിനെ തുടർന്ന് അവിടെ കടുത്ത സംഘർഷം ഉടലെടുത്തിരുന്നു. പള്ളിയുടെ ചുറ്റുമതിലും ചരിത്രപരമായിട്ടുള്ള കുരിശടിയും നീക്കം ചെയ്യുന്ന നടപടിയാണ് ഇവിടെ നടന്നത്. വലിയ പോലീസ് സന്നാഹത്തോടെ നടത്തിയ ഈ പ്രവൃത്തി തടയാനായിട്ട് വൈദികരും വിശ്വാസികളും ശ്രമിച്ചതോടെ സംഘർഷാവസ്ഥ അവിടെ രൂക്ഷമായി. എക്സ്കവേറ്ററുകൾ ഉപയോഗിക്കുന്നത് തടയാൻ ശ്രമിച്ച വികാരി ഫാദർ ബിബിൻ ജോൺ, ഫാദർ ബിനു തോമസ് എന്നിവർ ഉൾപ്പെടെയുള്ള പുരോഹിതർക്കും വിശ്വാസികൾക്കും മർദ്ദനമേറ്റതായിട്ടും ആരോപണമുണ്ട്. പള്ളിമണി മുഴങ്ങിയതിനെ തുടർന്ന് കൂടുതൽ വിശ്വാസികൾ സംഭവസ്ഥലത്തേക്ക് എത്തുകയുണ്ടായി. പിന്നീട് രമേശ് ചെന്നിത്തലയുടെ ഇടപെടലോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. സ്ഥലത്തെത്തിയ അദ്ദേഹം പൊളിച്ചു നീക്കൽ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടറുമായി ഫോണിൽ സംസാരിച്ചതിന് പുറമെ സ്ഥലത്തുണ്ടായിരുന്ന ചെങ്ങന്നൂർ RDOയുമായും അദ്ദേഹം ചർച്ച നടത്തി. ഇതോടെ അവിടെ പോലീസ് നടപടികൾ അവസാനിപ്പിച്ചു. നീക്കം ചെയ്ത ഘടനയിൽ 1500 വർഷത്തോളം പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കുരിശ് ഉൾപ്പെടുന്നു. വിശ്വാസികൾ പകരം തടികൊണ്ടുള്ള ഒരു കുരിശ് അവിടെ സ്ഥാപിക്കുകയുണ്ടായി. ദേശീയപാത അതോറിറ്റിക്ക് പള്ളി ഭാരവാഹികൾ നേരത്തെ തന്നെ ചരിത്രപരമായിട്ടുള്ള കൽക്കുരിശിൻ്റെ കേടുപാടുകൾ സംഭവിക്കരുതെന്ന് അഭ്യർത്ഥന നൽകിയിരുന്നു. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിലാകട്ടെ കേസും നിലനിൽക്കുന്നുണ്ട്. തുടർ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായിട്ട് സമവായ ചർച്ചകൾ നടത്തുമെന്നും പള്ളി നേതൃത്വം അറിയിച്ചിരുന്നു. എന്നാൽ അതിനിടയിൽ എന്നത്തെയും പോലെ തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ച അബിൻ വർക്കിയുടെ വായിൽ കോലിട്ട് കുത്തി കിട്ടേണ്ടത് ഇപ്പോൾ വയർ നിറച്ച് ചോദിച്ചു മേടിക്കുകയായിരുന്നു റിപ്പോർട്ടർ. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. അല്ലെങ്കിൽ NHA ചെയ്ത ഒരു തോന്നിവാസം ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ ചേപ്പാട് പള്ളിയുടെ കുരിശടി എന്ന് പറഞ്ഞാൽ അത് കേവലം ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാത്രം ഭാഗമല്ല. ഇവിടെ വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ പറയിറങ്ങുമ്പോൾ വിശ്വാസികളെല്ലാവരും വന്ന് ഇവിടെ അനുവാദം ചോദിച്ച് പറയെടുപ്പ് തുടങ്ങുന്ന ഒരു ചടങ്ങുള്ള ഏറ്റവും മഹനീയമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ചേപ്പാട് പള്ളി. ചേപ്പാട് പള്ളി ഏതാണ്ട് 1200 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണ്. അതിന്റെ തന്നെ 1000 കൊല്ലം പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത ഒരു കുരിശടി യാതൊരു വിധത്തിലുമുള്ള മുന്നറിയിപ്പും കൂടാതെ യാതൊരു വിധത്തിലുള്ള നോട്ടീസും കൊടുക്കാതെ ഒരു രാത്രി ബുൾഡോസർ രാജ് പോലെ വന്ന് 4 JCB വന്ന് തകർത്ത് കളയുക എന്ന് പറഞ്ഞാൽ അതിനെ തോന്നിവാസം എന്നല്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ബുൾഡോസർ രാജ് നടത്തുമ്പോൾ കേരളത്തിൽ ഇവിടുത്തെ സർക്കാരും ചേർന്ന് ബുൾഡോസർ രാജ് നടത്തുകയാണ്. കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി മാത്രമല്ല, സ്ഥലം അക്യൂസേഷൻ നടത്തുന്നത് തങ്ങളാണ് എന്ന് മേനി നടിക്കുന്നത് കേരളത്തിലെ സർക്കാരാണ്. അവരുടെ ഉദ്യോഗസ്ഥർ നിൽക്കുമ്പോഴാണ്, പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുമ്പോഴാണ് ഇവിടെ വന്യനായ പുരോഹിതരടക്കമുള്ള ആളുകളെ ആക്രമിച്ചുകൊണ്ടുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊന്നും അനുവദിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഓർത്തഡോക്സ് സഭയോ ക്രൈസ്തവ സഭകളോ ഒന്നും തന്നെ മറ്റ് ആത്മീയ സംഘടനകളോ ഒന്നും തന്നെ അവരൊന്നും വികസനത്തിനെതിരല്ല. ഓർത്തഡോക്സ് സഭയുടെ തന്നെ നിരവധി സ്ഥലങ്ങളും ഒക്കെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. മറ്റ് സഭകൾ, ഇപ്പൊ ലത്തീൻ സഭയുടെ സ്ഥലങ്ങൾ, ഇപ്പൊ നമുക്കറിയാം തുമ്പയിലെ ISRO കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇരിക്കുന്നത് ലത്തീൻ സഭയുടെ സ്ഥലങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകൾ ഒന്നും തന്നെ വികസനത്തിനെതിരല്ല. പക്ഷേ ഒരു മാന്യമായ സമീപനമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരോടുകൂടി ആവശ്യപ്പെട്ട, അവരോടുകൂടി ചോദിച്ച്, അവരോടുകൂടി ചർച്ച നടത്തി ഒരു മാന്യമായ സെറ്റിൽമെന്റ് ഉണ്ടാക്കി. ആ സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു കുരിശടി മാറ്റുമ്പോൾ കുരിശടി മാറ്റുന്നതിന്റെ പ്രാർത്ഥനാ ചടങ്ങുകളുണ്ട്. ആ പ്രാർത്ഥനാ ചടങ്ങുകൾ പോലും നടത്താൻ അനുവാദം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ചേപ്പാട് വിഷയത്തിൽ. ചേപ്പാട് കുരിശടി തകർത്ത 1000 വർഷം പഴക്കമുള്ള പുണ്യപുരാതനമായ കുരിശടി, അതും
ദിവനാസിയോസ് തിരുമേനിയുടെ മലങ്കര മെത്രാപ്പോലിത്തയായിരുന്ന ദിവനാസിയോസ് തിരുമേനിയുടെ ആസ്ഥാനമായിരുന്ന മലങ്കര സഭയുടെ തന്നെ ആസ്ഥാനമായിരുന്ന ചേപ്പാട് പള്ളിയിൽ ഉണ്ടായ ഈ അക്രമത്തെ അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഇത് വിശ്വാസി സമൂഹത്തിന്റെയും വൈദിക സമൂഹത്തിന്റെയും സഭാ സമൂഹത്തിന്റെയും അതിലുപരി ഞാൻ പറഞ്ഞല്ലോ മതേതരത്വത്തിന്റെ ചിഹ്നമാണ് ചേപ്പാട് കുരിശടി. ഇപ്പൊ ഇനി അടുത്ത ദിവസം വെട്ടിക്കുളങ്ങര അമ്പലത്തിലെ പറയെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ കുരിശടിയിൽ വന്ന് അനുവാദം ചോദിച്ച് പറയെടുപ്പ് നടത്താൻ സാധിക്കുന്നത്? വെട്ടിക്കുളങ്ങര അമ്പലത്തിന്റെ ജീവിതം വെക്കുമ്പോൾ ഒരു സൈഡിൽ സഹതയുടെ ചിത്രമാണ് വെക്കുന്നത്. അത്ര മതേതരത്വം പേറുന്ന ഒരു സ്ഥലത്ത് വന്ന് ബുൾഡോസർ രാജ് നടത്തുമ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരിവിടെ ഒരു മറ്റു തരത്തിലൊരു ടെൻഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു കാരണവശാലും നടപ്പാവുന്നതല്ല. വിശ്വാസി സമൂഹത്തിന്റെയും വൈദിക സമൂഹത്തിന്റെയും പ്രത്യേകിച്ച് ഇവിടുത്തെ മറ്റ് മതേതര വിശ്വാസികളുടെയും ഒക്കെ ഒരു ആലയമാണ്, പ്രാർത്ഥനാ കേന്ദ്രമാണ്. ഇവിടെ ആചാരാനുഷ്ഠാനങ്ങളുള്ളതാണ്. അതുകൊണ്ട് അവരുടെ സമീപനവും അവരുടെ ചർച്ചകൾക്കും ഒടുവിൽ മാത്രമേ ഇനി ഒരു മൂവ്മെന്റ്, ഒരു കല്ല് ഇവിടെ എടുത്തു വെക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം ശക്തമായ പ്രതിരോധം തീർക്കാനും പ്രതിഷേധം തീർക്കാനും ഞങ്ങൾ ഉണ്ടാകും. ഇത് കേവലം ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇത് ചേപ്പാട്ടെ മതേതര വിശ്വാസികളുടെ ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, സമരമല്ല, ഇതിന് സമരമല്ലല്ലോ. ഇത് പൗരാണികമായ ഒരു കുരിശടിയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാത്രം അല്ലെന്നേ, ഇത് മതേതര വിശ്വാസത്തിന്റെ ഒരു സെന്ററാണ് ചേപ്പാട് പള്ളി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹൈന്ദവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനം നടക്കുന്ന സ്ഥലമാണ്, മറ്റ് മതേതര വിശ്വാസികൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇത് ക്രൈസ്തവ വിശ്വാസികൾ മാത്രമുള്ള നേരിടുന്ന പ്രശ്നമല്ല. ഇത് നാളെ ഞാൻ പറഞ്ഞതുപോലെ വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ പറയെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെ ഇനി അല്ലെങ്കിൽ നാളുകളിൽ വരുന്ന ആ പറയുടെ അനുവാദം ചോദിക്കാൻ എങ്ങനെ ഇവർ കുരിശടിയുടെ മുമ്പിൽ വരും? കുരിശടി ഇല്ലല്ലോ. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ 1000 കൊല്ലത്തെ പഴക്കമുള്ളത് കൊണ്ടാണ്, ആ പൗരാണികതയിലാണ് ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായത്. അപ്പൊ ഇത് മതേതരത്വത്തിന്റെ ചിഹ്നമായിരുന്നു ഈ കുരിശടി. ആ കുരിശടി തകർക്കുമ്പോൾ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെയും മതേതര സമൂഹത്തിന്റെയും നാട്ടുകാരുടെയും അനുവാദം ചോദിച്ച് അവരുടെ ചർച്ചകളിലൂടെ വേണമായിരുന്നു അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടായിരുന്നെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് സമ്മതമായിരുന്നു. പക്ഷേ ഒരു കുരിശടി മാറ്റുമ്പോൾ അവരുടെ ക്രൈസ്തവ വിശ്വാസപ്രകാരം അതിന് ചില പ്രാർത്ഥനകളും ആചാരങ്ങളുമുണ്ട്. ഒരു കുരിശടി മാറ്റുന്നത് ചുമ്മാ വന്ന് അങ്ങ് എടുത്തുകൊണ്ട് പോയി വേറെ ഒരെണ്ണം കുത്തുകയല്ല. അതിന് പ്രാർത്ഥനകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അത് അനുവർത്തിക്കാൻ പോലും ഇവിടെ അനുവദിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ NHAയുടെ ബുൾഡോസർ രാജ്യം അതിന് സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം. രാഷ്ട്രീയം ഒന്നും ഞാന് അല്ല, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അരവാക്ക് പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി 1/4 വാക്ക് പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി മറ്റൊന്നും ഒരു വാക്ക് പോലും അതിൽ ഒരു വരി പോലും ചേർക്കാനില്ല. ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞു ഒരു 1/4 വാക്ക് പോലും ഇനി പറയാനില്ല, 1/4 വരി പോലും ഇതിനകത്ത് പറയാനില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി മറ്റൊന്നും അതുമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ആ വിഷയങ്ങളിൽ ഞാൻ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കില്ല. ചേപ്പാട് പള്ളിയിലെ വിഷയം സംസാരിക്കുകയാണ്. അതിനകത്ത് മറ്റൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തിരുമേനി കബറടങ്ങിയിരിക്കുന്ന ദിവനാസിയോസ് തിരുമേനി കബറടങ്ങിയിരിക്കുന്ന മലങ്കര മെത്രാപ്പോലിത്തയുടെ ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്തുണ്ടായ ഒരു വലിയ നീതികേട് എന്നുള്ളത് അത് കേരളീയ സമൂഹം തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ആ വിഷയത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വൈദികരെ കണ്ടു, അവരുമായി സംസാരിച്ചു. അവരിന്നലെ കളക്ടറേറ്റിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെയും നാട്ടുകാരുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.